എല്ലാവർക്കും നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പം ഞാനൊരു കുറച്ച് നാളുകളായിട്ടൊരു വീഡിയോ ആയി വരണം എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. അതൊന്നുമല്ല, ഞാൻ കേട്ട ഇസ്ലാമും ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഇസ്ലാമും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വീഡിയോകൾ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചിട്ട് ആ അവരുടെ സംസ്കാര ചടങ്ങുകൾ കാര്യത്തിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ കുടുംബമായിട്ട് മടങ്ങി വരികയായിരുന്നു. അപ്പോൾ കണ്ണൂർ പൂതപ്പാറ എത്തിയപ്പോൾ എൻ്റെ മക്കളും ഭാര്യയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് വല്ലാതെ വിശന്നു, ദാഹിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുബേറിൻ്റെ വീട്ടിലേക്ക് പോയി. പൂതപ്പാറയിൽ അദ്ദേഹം കണ്ണാടിപ്പറമ്പ് ചെലരിമുക്ക് സ്വദേശിയാണെങ്കിലും അവിടെ വിവാഹം കഴിച്ച് അവിടെ താമസം. അപ്പോൾ അവിടം വരെ വന്നിട്ട് സുബൈറിൻ്റെ അവിടെയുള്ള ആ വീട്ടിലെ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മേനെ കാണാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തു. പക്ഷെ മക്കളെ ദാഹിച്ചിട്ടും വശന്നിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞൊന്നും ഇവിടം വരെ വന്നതല്ലോ, ഒന്നും ഉമ്മാനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ നമ്മളെ അവിടെ ചെന്നു. നോമ്പ് കാലല്ലേ, നമ്മൾ വിചാരിച്ചു മക്കൾക്ക് പിന്നെ വെള്ളമോ കാര്യത്തിനും ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്നു. പക്ഷെ മക്കളുടെ മുഖവും ക്ഷീണവും കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവർ എൻ്റെ മക്കൾക്ക് ബത്തക്കയും അത് കഴിഞ്ഞിട്ട് കഴിക്കാനൊക്കെ കൊടുത്തു. നമ്മൾ ഭയത്തോട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു അനുഭവം ഉണ്ടായി. ഈ രണ്ട് അനുഭവങ്ങൾ ചേർത്തൊരു ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേന്ന് പറഞ്ഞിട്ടാണ്. ഇതുപോലെ ഒരു യാത്രാമധ്യത്തിൽ എൻ്റെ മക്കൾ ഒരു പള്ളിയിൽ നിന്ന് അവരുടെ കൂളറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. അപ്പോൾ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ചെറിയ ചെക്കന് എത്താതെ വന്നപ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് ഗ്ലാസ് കഴുകി എടുത്തു കൊടുക്കുന്നത് കണ്ടു. ഞാനോർത്ത് ഉസ്താദിന് ദേഷ്യം വന്നിട്ട് അന്നാ. ഞാനപ്പോൾ വേഗം വന്ന് ഞാൻ ഉസ്താദിനോട് സോറി പറഞ്ഞു. മക്കളാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, സോറി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനെങ്കിലും സോറി പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അവർ വെള്ളം എടുത്ത് കുടിച്ചു. കാരണം നോമ്പ് കാലമല്ലേ. നമ്മളെ നാട്ടിലൊക്കെയുള്ള സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് കാലത്ത് മലപ്പുറത്ത് പോയാൽ പാകിസ്ഥാൻ പോലെയാണ്, അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടൂല, സിറ്റിയിൽ പോയാൽ കുടിവെള്ളം കിട്ടൂല, വെള്ളം കൊടുക്കില്ല, കുടിക്കാൻ പാടില്ല എന്നെല്ലാം ഭയങ്കര പ്രചരണമല്ലേ. ഇനി അതൊരു പള്ളിയിൽ നിന്ന് എടുത്ത് കുടിക്കുമ്പോൾ വലിയ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് ഞാൻ ഉസ്താദിനോട് സോറി പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, എന്ത് സോറി, കുടിക്കാൻ വേണ്ടിയല്ലേ വെള്ളം വെച്ചന്, കുട്ടികൾക്ക് വെള്ളം കൊടുക്കണം, ഞാൻ ആ ഗ്ലാസ് കഴുകിയിട്ട് നല്ല വെള്ളം എടുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇതേപോലെ കോഴിക്കോട് പോയപ്പോഴും മലപ്പുറത്ത് പോയപ്പോഴും എനിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു സംസാരമാണ് മുസ്ലിം വിവാഹത്തിനും സദ്യകൾക്കും പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേറെ തന്നെ ഒരു സംവിധാനം, പുരുഷന്മാരെ കൂടെ കൊടുക്കില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു സമൂഹ നോമ്പ് ഉറക്കു പോയി. ഞാനും എൻ്റെ ഭാര്യയും മക്കളും വേറെ ഏതോ അറിയാത്ത 2 ആളുകളും നമ്മളൊരു ടേബിളിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ആരും നമ്മളോട് എഴുന്നേക്ക്, നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ നിരവധി സുഹൃത്തുക്കളുടെ വിവാഹത്തിനും വീട്ടുകൂടലിനെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുമിച്ച് ഇടകലർന്നാണ് കഴിക്കാറുള്ളത്. പക്ഷെ അവരുടെ വിശ്വാസപ്രകാരം, ആചാരപ്രകാരം മറ്റൊരു സ്ഥലത്തിരുന്ന് സ്ത്രീകൾ കഴിക്കുന്നുണ്ട്. അവിടെ അവർ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ നാട്ടിൽ പക്ഷേ വെറുതെ ഒരു പ്രചരണം അടിച്ചിറക്കിയാണ്, നോമ്പ് കാലായാൽ കുടിവെള്ളം കിട്ടൂല, വെള്ളം കുടിക്കാൻ വിടൂല, അതങ്ങനെയാണ്. ഇങ്ങനെ തെറ്റായ കുറേ പ്രചരണങ്ങളാണ്. അപ്പോൾ ആ പ്രചരണങ്ങളൊക്കെ തെറ്റാണ്. വെറുതെ തെറ്റായ ഓരോ ഇല്ലാത്ത പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഈ കാലഘട്ടത്തിൽ മലപ്പുറത്തല്ല, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും, ഇനി ഒരു ഇസ്ലാമിൻ്റെ വീട്ടിൽ പോയാലും നിങ്ങൾ വെള്ളം ചോദിച്ചാൽ അവർ വെള്ളം കൊടുക്കും. അവരുടെ മതാചാരപ്രകാരം അവർ ഭക്ഷണം കഴിക്കാതെ, അവർ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നു എന്നല്ലാതെ. പിന്നെ അപ്പോൾ പറയുന്നു ഹോട്ടലുകളൊന്നും തുറക്കുന്നില്ലല്ലോ. തുറക്കുന്ന ഹോട്ടലുകളുണ്ട്. ചില ഹോട്ടലുകൾ ആ ഒരു മാസം അവരുടെ ഭക്തിയിൽ, അവരുടെ ആ വിശുദ്ധിയിൽ അവർ മറ്റു ജോലികളൊന്നും ചെയ്യാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാൻ വേണ്ടി പൂട്ടിപ്പോകുന്നതല്ലാതെ ആചാരം അല്ലെങ്കിൽ പിന്നെ ഇവരെ മതമേലധ്യക്ഷന്മാർ വിടാനിട്ടൊന്നല്ല തുറക്കാതിരിക്കുന്നത്. അപ്പോൾ നോമ്പ് കാലമായാലും ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ ഭക്ഷണം ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കുവാനും, ദാഹം മാറ്റുവാനും, പ്രയാസം അനുഭവിക്കുന്നതിൻ്റെ പ്രയാസം മാറ്റി കൊടുക്കാനാണ്, അല്ലാണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കി കൊടുക്കാനല്ല. അപ്പം അതുകൊണ്ട്
എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടതും ഞാൻ മറ്റുള്ളവർ കേട്ടതും എന്നെ പഠിപ്പിച്ചതും അവർ കുടിവെള്ളം കൊടുക്കൂല, നോമ്പ് കാലത്ത് അവർ വെള്ളം കുടിക്കാൻ വിടൂല എന്നൊക്കെയാണ്. പക്ഷെങ്കിൽ രണ്ടനുഭവം എനിക്കുണ്ടായത് അവർ വെള്ളം കൊടുക്കുന്നവരാണ്, അവർ വെള്ളം മുടക്കികളല്ല എന്നാണ്. തുടർന്നുള്ള മറ്റു ചില അനുഭവങ്ങളുമായിട്ടുള്ള വീഡിയോ തുടർന്നും ഉണ്ടാകും.